മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ചാണ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് കോസ്റ്റ്. നമുക്കൊരു പ്രൊഡക്ട്സിന് വേണ്ടി വരുന്ന ചെലവ്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്കൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഒരു കോസ്റ്റ് ആണ്. അത് ടൈം ആകും, എന്തുമാവാം, നമ്മുടെ എനർജി ആവാം, നമ്മുടെ ഓൺ റിസോഴ്സ് ആവാം, എല്ലാം നമ്മുടെ കോസ്റ്റിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഓക്കെ, പക്ഷെ അത് മണി ടേംസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ all the expenses incurred by the producer to produce a given quantity of output. ഒരു നിശ്ചിത ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന മൊത്തം ചെലവ് അല്ലെ മൊത്തം എക്സ്പെൻസിനെയാണ് നമ്മൾ ചെലവ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് money that has been used up to produce something or deliver a service. Okay, and it is a payment made to various factors of production to produce a given quantity of output. നമ്മൾ പ്രൊഡക്ട്സിന് വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ള കുറെ ഒട്ടുമിക്ക ആൾക്കാരും പഠിച്ചിട്ടുള്ള കോസ്റ്റ് എന്താണെന്നും എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതൊക്കെയാണെന്നുള്ളത്. മെയിനായിട്ടും നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഡർ, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന പേയ്മെന്റ്സും കോസ്റ്റും വരും. ആൻഡ് ദ ടേം കോസ്റ്റ് ഈസ് often explained in the connection with the production. Okay, then next നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നാണ്. കോസ്റ്റ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ and the price of the factors of production, because it cost depends upon the production and the price of factors of production or payments made to factors of production. And അതുകൊണ്ട് നമുക്ക് ഇതിനെ cost function depends upon production and it may change due to change in production function. Okay, and a cost function is written here as C is a function of Q, T, P of and F. And C is the cost of production, Q is the quantity of output produced, and T is the level of technology, and PF is the price of factors of production, and F is the price of fixed factors. ഇതാണ് നമ്മൾ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്ന മൊത്തത്തിലുണ്ടാകുന്ന ചെലവ്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ചെലവ്, അതാണ് കോസ്റ്റ് ഫംഗ്ഷൻ. ഇനി just like in the case of production function, cost function is also there is a short run and long run cost function. നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ഉണ്ട്. ഷോർട്ട് റണ്ണിൽ നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ, ലോങ് റണ്ണിൽ നമ്മൾ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതേപോലെ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് വരുന്നു. ഓക്കെ, ഇനി ഡിഫറെന്റ് കോസ്റ്റ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള കോസ്റ്റുകൾ, അത് ഏതൊക്കെയാണ് നമ്മൾ? ഒന്നാമത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് is a cost incurred by the producer for the production of various goods and services, and it includes the payments made to labor, land, capital, raw materials, transportation, then labor made to land in the form of rent, etc. അപ്പൊ എല്ലാം പ്രൊഡക്ഷൻ കോസ്റ്റിലാണ്. റോ മെറ്റീരിയൽ വാങ്ങണം, ഒരുപാട് എംപ്ലോയീസിനെ വയ്ക്കണം, അതേപോലെ ഒരുപാട് ലൈസൻസും കാര്യങ്ങളും നേടണം, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അപ്പൊ അങ്ങനെ എനർജി ഉണ്ട്, എല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം
ഒരു നിശ്ചിത ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചിലവാകുന്ന ടോട്ടൽ എമൗണ്ട് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. Explicit cost is a actual cost expenditure incurred by a firm to purchase various inputs required for production. പ്രൊഡക്ഷന്റെ ഇൻപുട്സ് വാങ്ങുന്നതിന് വേണ്ടി മാത്രം ചെലവാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ്ലി യൂസ്ഡ് ഫോർ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. For example, wage paid to the hired labor, interest on borrowed capital, rent on land, etc., expenditure on other raw materials. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നതിന് മാത്രമായിട്ടുള്ള കോസ്റ്റ്. ദെൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഇത് പറയാം. ഇപ്പൊ നമ്മൾ ഒരു വുഡ് ഇൻഡസ്ട്രി, നമ്മൾ ഒരു ഫർണിച്ചർ ഷോപ്പ് റൺ ചെയ്യും. അപ്പൊ ഫർണിച്ചർ ഷോപ്പിലേക്ക് നമ്മൾ പുറത്തു നിന്ന് തടി വാങ്ങുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയിലുള്ള 1-2 മരങ്ങൾ മുറിച്ച് നമ്മൾ ഫർണിച്ചർ ഇതിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ നമ്മുടെ ഓൺ റിസോഴ്സ് ആണ്. പലപ്പോഴും നമ്മുടെ ഓൺ റിസോഴ്സ് നമ്മളൊരു കോസ്റ്റ് ആയിട്ട് നമ്മൾ പല സാഹചര്യത്തിൽ കണക്കാക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലേബർ, അത് പലപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മളൊരു ഓണ്ടർപ്രണറാണ്, നമ്മളാണ് ഈ പറഞ്ഞ ഫർണിച്ചർ ഷോപ്പ് റൺ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ ഒരു വേതനം കാണുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജോലിക്ക് നമുക്ക് കിട്ടാമായിരുന്ന വേതനം, നമ്മുടെ ആ സമയം മറ്റു ജോലിക്ക് പോയിട്ട് നമുക്ക് വേറെ വേജോ അല്ലെങ്കിൽ നമുക്ക് ഒരു റെമ്യൂണറേഷൻ കിട്ടിയാൽ, അതാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. But implicit cost is the value of input owned by the firm and used by the firm in its production process. ഫേം തന്നെ ഓൺ ചെയ്യുന്ന റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ്, അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് എ factors of production is determined by its opportunity cost. And it is also known as imputed cost എന്നും ഇത് അറിയപ്പെടുന്നത്. It's also known as imputed cost. അപ്പം പ്രൊഡ്യൂസറുടെ ഓൺ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന്റെ കോസ്റ്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയാറുണ്ട്. പകരം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന തടി നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം പുറത്തു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്താണ് പ്രൈസ് കിട്ടിയത്, അത് അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു 10,000 rupees ഉള്ള ഒരു മരമാണ്, പുറത്തു കൊടുത്താൽ 10,000 കിട്ടും. അതതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്നതിന് പകരം കൊടുത്തിന്, അതാണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പണമാണ്. അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് തീരുമാനം. The next one is private cost. Private cost is sum of the explicit cost and implicit cost incurred by the firm to produce a given quantity of goods and services. Explicit plus implicit cost and private cost. Then social cost. Social cost is a cost incurred by the society as a whole, and it is equal to sum of the private cost and economic dangers inflicted on others. ഒരു ഉദാഹരണം പറഞ്ഞു, സോഷ്യൽ കോസ്റ്റ്. ഇപ്പോൾ ഒരു ഫാക്ടറി ഒരു സ്ഥലത്ത് വന്നു. ആ ഫാക്ടറിയുടെ മൂലം അടുത്തുള്ള നല്ലൊരു പൊല്യൂഷൻ ഉണ്ടാകുന്നത്, എൻവയറമെന്റൽ പൊല്യൂഷൻ. It will badly affect the people who are living in surrounded areas. അപ്പൊ അതിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. അതിന് കമ്പനി പേയ്മെന്റ്സ് ഒന്നും കൊടുക്കുന്നില്ല, അവരുടെ ട്രീറ്റ്മെന്റുകളൊന്നും. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റ് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന കോസ്റ്റാണ്. കമ്പനി വന്നതുകൊണ്ട് ചുറ്റുവട്ടത്തുണ്ടാകുന്ന കോസ്റ്റ്, മെഡിക്കൽ എക്സ്പെൻസസ്, ദാറ്റ് ഈസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അതൊരു എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ ആണ്. അതൊരു നെഗറ്റീവ്, അതൊരു ഒരു അഡീഷണൽ കോസ്റ്റ് സറൗണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന കോസ്റ്റ്, ദാറ്റ് ഈസ് സോഷ്യൽ കോസ്റ്റ്. Then accounting cost. This is another type of cost. Accounting cost is a cost incurred by the firm for hiring various
inputs for the production of goods and services. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ എൻട്രി ചെയ്യുന്ന കോസ്റ്റ് ആണ്. ഇതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നും നമ്മൾ നേരത്തെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ് ഈസ് ഈക്വൽ ടു ദി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓർ കോസ്റ്റ് എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ ഓർ ദി അക്കൗണ്ട് ബുക്ക്, അതിൽ എൻട്രി ചെയ്യുന്ന കോസ്റ്റ് ആണ്. Then economic cost. Economic cost is the sum of the explicit and implicit cost. And in other words, economic cost is accounting cost plus opportunity cost. Accounting cost എന്താണെന്ന് പറഞ്ഞു, that is equal to implicit cost. Implicit cost എന്താണെന്ന് പറഞ്ഞു, അത് that is equal to opportunity cost. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് നമ്മുടെ എക്കണോമിക് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൈവറ്റ് കോസ്റ്റ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ആ economic കോസ്റ്റും അല്ലെ implicit cost plus explicit cost, that is economic cost. A firm's profit depends on the economic cost. The revenue after economic cost is firm's profit. Then money cost and real cost. Money cost is also known as nominal cost. It is nothing but the expenses incurred by a firm to produce a commodity. This could include the payments made to various factors of production, like in the form of wage, rent, interest and payments made to raw materials, etc. അപ്പോൾ ഇങ്ങനെയുള്ള പല കോസ്റ്റുകളുമാണ്. എന്ന് വെച്ചാൽ പ്രൊഡക്ഷനുമായിട്ട് മണി ടേംസിൽ പേയ്മെന്റ് നടത്തുന്ന കോസ്റ്റാണ്. And real cost refers to the payments made to the factors of production to compensate their disutility, rendering utility of rendering their services. It is computed in terms of the toil, trouble, pain, and discomforts involved for labor when it is engaged in production. And real cost is more of a subjective or say or psychological concept. Okay, റിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഉദാഹരണം, ഒരു ലേബർ അവിടെ എംപ്ലോയിഡ് ആയി, അയാൾക്ക് പേയ്മെന്റ്സ് കൊടുക്കും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഹീസ് ഹാവിങ് സം പ്രോബ്ലം, സൈക്കോളജിക്കൽ ഹീസ് ഹാവിങ് സം എക്സ്പെൻസസ്. അപ്പൊ അയാൾക്ക് ഒരു വർക്ക് മൂലം അയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ്, ആ വർക്ക് മൂലം അയാൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒരു തരത്തിലുള്ള കോസ്റ്റാണ്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മളൊരു റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് കൂടിയാണെന്ന് പറയുന്നത്. അപ്പം മാർഷൽ ഇതിനെ ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് മാർഷൽ ഇതിനെ വിളിക്കുന്നുണ്ട്, സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Opportunity cost is the cost of next best alternative for growth. For example, for a farmer, the opportunity cost of using his land for growing wheat is the rice that he could have been grown on this land, assuming that rice is his next best crop. ഒരു കർഷകൻ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ, അതേ നിലത്ത് അയാൾക്ക് വേണമെങ്കിൽ റൈസും കൃഷി ചെയ്യാം. അപ്പം ആ റൈസ് കൃഷി ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഉണ്ടാകുമായിരുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ അയാളുടെ ലാൻഡ്, അയാൾ റൈസ് കൃഷി ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഉണ്ടാകുമായിരുന്ന ആ കോസ്റ്റിനെയാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പം അതാണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ വൺ. വീറ്റ് കൃഷി ചെയ്യാം, അതേ ലാൻഡിൽ തന്നെ വേണമെങ്കിൽ അയാൾക്ക് റൈസും കൃഷി ചെയ്യാം. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കൃഷി എന്ന് പറഞ്ഞാൽ റൈസ് ആണ്. ആ റൈസ് കൃഷി ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഉണ്ടാകാമായിരുന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് ഹി മസ്റ്റ് ബി ഫോർഗോൺ ടു ഗെറ്റ് അനദർ ഗുഡ്. ഓക്കെ, it occurs only when the resources are limited and wants are limited. This is opportunity cost. Then sunk cost. A sunk cost is a cost that has already been incurred and cannot be recovered when a firm leaves the industry. Suppose an industry purchases an equipment and this equipment cannot be converted for another user, then the expenditure on the equipment is a sunk cost.
ഫോർ എക്സാമ്പിൾ ദ ഡ്രില്ലിംഗ് ഓയിൽ വെൽസ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ചെലവാക്കുന്നതും എന്നാൽ അത് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റാത്തതുമായ ചെലവുകളെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത് തിരിച്ചെടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ നമ്മളൊരു വാഹനം വാങ്ങി, വാഹനം നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പൈസ കിട്ടും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള കോസ്റ്റുകൾ തിരിച്ചു കിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓയിൽ ഡ്രില്ല് നടത്തുന്നു, ഓയിൽ വെല്ലില് ഓയിൽ ഡ്രില്ല് ചെയ്തെടുക്കും. അപ്പൊ അതിനു വേണ്ടി വരുന്ന അവിടെ ആ പറയുന്ന എക്യുപ്മെന്റ്സ് അവിടെ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യും. പിന്നെ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാം, അത് പിന്നെ വേണേൽ പ്രവർത്തിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സങ്ക് കോസ്റ്റ്. ഓക്കെ. ദെൻ സപ്ലിമെന്ററി കോസ്റ്റ്. Supplementary cost comprises the fixed cost of the firm except its administrative cost, and it can be calculated from fixed cost by deducting the amount of administrative cost. Fixed cost എന്താണെന്ന് ഞാൻ പിന്നീട് പറയും. മാറാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് കോസ്റ്റിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മൾ സപ്ലിമെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത്. Then one more cost, prime cost. Prime costs are those costs that vary directly with the output it produces and which would not have to be incurred if the firm had to close down temporarily. എന്നുവെച്ചാൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന അഡീഷണൽ കോസ്റ്റുകളാണ്. ഇപ്പം ഒരു പേപ്പർ മില്ലിൽ അവർ പേപ്പർ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ചില റോ മെറ്റീരിയൽസ് ആവശ്യമുള്ളൂ. മെഷീനറിയും ബാക്കി അത് എക്യുപ്മെന്റ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് അത് ഒരു പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ പോലും അത് ആ കോസ്റ്റ് ഉള്ളതാണ്. പക്ഷേ ഈ ബാക്കി റോ മെറ്റീരിയൽസ് ഉണ്ട്, പ്രൊഡക്ഷൻ നടത്തിയെങ്കിൽ മാത്രം അത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഹയർ ചെയ്താൽ മതി. അപ്പൊ അതൊരു അഡീഷണൽ കോസ്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് മാറുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്ന കോസ്റ്റ്. കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ്, അതൊരു പ്രൈം കോസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റ് ആണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. Now let's come to the theories of cost. There are two theories, traditional theory and modern theory of cost. Traditional theory the traditional theory of cost is separately set for both short run and long run. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവിടെ ഷോർട്ട് റൺ തിയറീസും ഉണ്ട്, ലോങ് റൺ തിയറീസും ഉണ്ട്. ട്രഡീഷണൽ തിയറിയിലും ഷോർട്ട് റൺ തിയറി ഉണ്ട്, ലോങ് റൺ തിയറി ഉണ്ട്. മോഡേൺ തിയറിയിലും ഷോർട്ട് റൺ തിയറിയും ലോങ് റൺ. ഇനി ആദ്യം നമ്മൾ ഷോർട്ട് റൺ പറയുകയാണെങ്കിൽ, ഷോർട്ട് റണ്ണിൽ എന്താണ്, എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ അല്ല, കുറെ ഫാക്ടേഴ്സ് ഫിക്സഡ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ലോങ് റണ്ണിൽ എന്താണ്, എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. ഷോർട്ട് റണ്ണിൽ ആകെ ചിലപ്പം കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് വേരി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം. യൂഷ്വലി ദ ലേബർ ഈസ് എ വേരിയബിൾ ഫാക്ടർ ഇൻ ദ ഷോർട്ട് റൺ. ഓൾ അതർ ഫാക്ടേഴ്സ് ലൈക്ക് ക്യാപിറ്റൽ, ലാൻഡ്, ബിൽഡിംഗ് എക്സെട്ര റിമെയിൻസ് ഫിക്സഡ്. അപ്പൊ അതാണ് ഈ ഷോർട്ട് റണ്ണിന്റെ ഒരു ഫിക്സഡ്. ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും മാറാൻ പറ്റും. ഓക്കെ. ഇനി ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. എന്താണ് ഓരോന്നും നമുക്ക്. ഇപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. Total fixed cost are those costs that do not vary with the level of output. Even if there is no production or output, fixed costs are incurred by the firm. And therefore the fixed cost curve is a horizontal straight line. നമ്മൾ ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറാത്ത കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ്. ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഒരു എന്തെങ്കിലും ചെറിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി. അപ്പോ നമുക്ക് ആ ഒരു യൂണിറ്റില് നമ്മൾ കുറെ മെഷീൻസും ഒരു ബിൽഡിംഗ് ഒക്കെ സ്ഥാപിച്ചു തുടങ്ങുന്നതിനോട് ഭാഗമായിട്ട്. ഒരിക്കല് അത് ഇൻസ്റ്റാൾ, പിന്നെ പുതിയ മെഷീൻസ് ഓരോ ദിവസവും നമ്മൾ വാങ്ങണ്ട. പിന്നെ അത് തേയ്മാനമൊക്കെ സംഭവിച്ച് കുറെ കാലം
കാലങ്ങൾക്ക് ശേഷം അത് മാറിയാൽ മതി. അപ്പൊ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു കോസ്റ്റ് വേണം. പ്രൊഡക്ഷൻ തുടങ്ങുമ്പോഴേ ആ ഒരു കോസ്റ്റ് വേണം. അങ്ങനെയുള്ള കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ മെഷീനറിയോ പുതിയ ബിൽഡിങ്ങോ വേണ്ട. പിന്നെ നമ്മൾ അത്ര ഒരു എക്സ്പാൻഷനൊക്കെ നടന്നു പിന്നീട് ലോങ് ടൈമിലേക്ക് മതി നമുക്ക് ഈ മെഷീനറി ഒക്കെ മാറ്റിയാൽ മതി. ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് ഈ ഒരു കോസ്റ്റ് അത് മാത്രം മതി. അപ്പൊ അങ്ങനെ അത് പ്രൊഡക്ഷൻ കൂടിയാലും ഇല്ലെങ്കിലും ഇപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുമ്പേ കോസ്റ്റ് വരുന്നുണ്ട്. പ്രൊഡക്ഷൻ സീറോ ആയിരിക്കുമ്പോൾ ആ കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ബിക്കോസ് നമ്മൾ അത് ബിൽഡിങ്ങും മെഷീനറി സ്ഥാപിച്ചെങ്കിലേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ പ്രൊഡക്ഷന് മുമ്പേ കോസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാം. ഇവിടെ കോസ്റ്റ് വൈ ആക്സിലും ഔട്ട്പുട്ട് എക്സ് ആക്സിലും കൊടുത്തിരിക്കുന്നു. അപ്പൊ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് കോസ്റ്റിൽ മാറ്റമുണ്ട്. കോസ്റ്റ് ഫിക്സഡ് ആണ്, ഈ ഒരു പോയിന്റിൽ തന്നെ തുടരുകയാണ് കോസ്റ്റ് മാറുന്നില്ല. ദിസ് ഈസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പം ഫിക്സഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് വേരി വിത്ത് ഔട്ട്പുട്ട്. ഇനി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ the cost that vary with output, that moves proportionally with the level of output. ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് കൂടുന്ന കോസ്റ്റ് ആണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞില്ല, ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് മാറുന്ന കോസ്റ്റ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മെഷീനറിയും ബിൽഡിംഗ് എല്ലാം സ്ഥാപിച്ചു. പിന്നെ നമുക്ക് എന്താണ്, അത് പ്രവർത്തിപ്പിക്കാൻ ആൾ വേണം, അതിനുള്ള റോ മെറ്റീരിയൽസ് വേണം. അപ്പൊ അത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമെങ്കിൽ കൂടുതൽ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങണം. അപ്പൊ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് കൂടും, ഈ പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് കുറച്ച് റോ മെറ്റീരിയൽസ് വാങ്ങിയാൽ മതി, കോസ്റ്റും കുറയും. അങ്ങനെ പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് മാറുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് വിച്ച് വേരീസ് വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇഫ് ദർ ഈസ് നോ പ്രൊഡക്ഷൻ, നോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നോ വേരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ഷൻ ഇല്ല പിന്നെ അവിടെ വേരിയബിൾ കോസ്റ്റ് റോ മെറ്റീരിയൽസിന്റെ ആവശ്യമില്ല, അതാണ് അവിടെ കോസ്റ്റ് വരുന്നില്ല. സോ variable cost include the wage, expenditure on raw materials, expenditure on power, transport, and advertisements, etc. And normally the shape of variable cost curve will be inverted S shape. ഇവിടെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഇൻവേർട്ടഡ് എസ് ഷേപ്പ്. എസ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഏകദേശം. അപ്പൊ അങ്ങനെ അതാണ് ഇതിന്റെ ഒരു കോസ്റ്റ് കർവിന്റെ ഷേപ്പ്. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ. ബിക്കോസ് ഈ ഒരു പോയിന്റ് എന്താ കാണിക്കുന്നത്, അവിടെ പ്രൊഡക്ഷൻ ഇല്ലാത്തപ്പോൾ വേരിയബിൾ കോസ്റ്റ് സീറോ ആണ്, അതാണ് കാണിക്കുന്നത്. ദെൻ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഈസ് സം ഓഫ് ദ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, or it is a total expenditure incurred by a firm to produce a given quantity of output. So total cost, fixed cost, variable cost കൂടെ കൂടുമ്പോൾ total cost, അല്ലെങ്കിൽ total expenditure ഒരു ഫേമിന് ഉണ്ടാകുന്ന total expenditure ആണ് total cost എന്ന് പറയുന്നത്. Normally the change in total cost takes place due to change in the variable cost. Fixed cost എന്താണ്, സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ടോട്ടൽ കോസ്റ്റിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്, വേരിയബിൾ കോസ്റ്റ് മാറുമ്പോഴേ ടോട്ടൽ കോസ്റ്റ് മാറുകയുള്ളൂ. അപ്പം ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ്. ഇത് നമുക്ക് ഒന്ന് രണ്ട് ഇക്വേഷൻസ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. Since total fixed cost is always remaining same, change in total cost takes place because of the change in total variable cost. അതാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇവ മൂന്നിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇതില് total variable cost, total cost is also having
ഇൻവേർട്ടഡ് എസ് ഷേപ്പ്, നമ്മളൊരു ഗ്രീൻ ലൈൻ നമുക്ക് കാണാൻ പറ്റും, ഒരു ബ്ലൂ ലൈൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, റെഡ് ലൈൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, and total variable cost and total fixed cost is having same shape, ഒരേ shape ആണ്. Only thing they starts from different places. Variable cost original നിന്ന് start ചെയ്യുന്നു, കാരണം because variable even if there is no production, there is no variable cost. But total cost curve starts from the place where the total fixed cost starts. Because even if there is no variable cost, there will be total cost. Because in that case, total cost is equal to total fixed cost. നമ്മൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആണെങ്കിൽ പിന്നെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അതുകൊണ്ടാണ് അത് ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് കർവ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഈ രണ്ട് ഡയഗ്രങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് that should be equal to total fixed cost. ഈ ഒരു ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. കണ്ടോ? അപ്പം ഈ കാരണം ടോട്ടൽ കോസ്റ്റ് നിന്ന് ടോട്ടൽ വേരിയബിൾ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പം the difference should be the total fixed cost. Okay, then now ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ആവറേജ് കോസ്റ്റ് കൺസെപ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദെൻ ആവറേജ് കോസ്റ്റ്. ആവറേജ് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റിയെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് എ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. It can be obtained by dividing total fixed cost with the total quantity of output produced. അപ്പോൾ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫിക്സഡ് കോസ്റ്റിനെയാണ് നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇറ്റ് കണ്ടിന്യൂസ്ലി, സിൻസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് കോൺസ്റ്റന്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടിന്യൂസ്ലി ഡിമിനിഷസ്. അപ്പൊ അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അപ്പം പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഇപ്പം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ ടോട്ടൽ കോസ്റ്റ് 100. നമ്മള് 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്? 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വന്നു? 20. ഇനി നമ്മൾ 100 ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ്, 100 ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് 10. അപ്പൊ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് സംഭവിക്കും, അത് 20ൽ നിന്നും 10 കുറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് മീൻസ് ദോസ് കോസ്റ്റ് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റിനെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു, it is obtained by dividing average total cost divided by number of quantity produced. And it is, the equation is ABC is equal to average total cost divided by quantity. And normally the average variable cost curve is having a U-shaped curve. And this reflects the law of variable proportion. ഒരു ഇൻക്രീസിംഗ് റിട്ടേൺ, ഡിമിനിഷിംഗ് റിട്ടേൺ, ഇത് രണ്ടുമാണ് കാണിക്കുന്നത്. ഈ ഡൗൺവേർഡ് പോർഷൻ ഇൻക്രീസിംഗ് റിട്ടേൺ, അപ്വേർഡ് പോർഷൻ ഡിമിനിഷിംഗ് റിട്ടേൺ, ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് കോൺസ്റ്റന്റ് റിട്ടേൺ. അതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും, അല്ലെ അത് ഇൻക്രീസിംഗ് റിട്ടേൺ. കോസ്റ്റ് കൂടാൻ തുടങ്ങുമ്പോൾ പ്രോഫിറ്റ് കുറയും, അത് ഡിമിനിഷിംഗ് റിട്ടേൺ. ഓക്കെ, then average total cost. Average total cost is the total cost per unit of output. ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന മൊത്തം ചെലവാണ്. അതിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ കോസ്റ്റിനെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പം ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്.
Okay, and this is also equal to ATC, average total cost is also equal to AFC plus ABC. Since the total cost is consisting of total fixed cost and total variable cost, average total cost is consisting of average fixed cost and average variable cost. And it is also U-shaped, and because of the law of variable proportions. Okay, this is a U-shaped curve. Okay. ഇനി മറ്റൊരു കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ദ ഇമ്പോർട്ടന്റ് കോസ്റ്റ്. മാർജിനൽ കൺസെപ്റ്റുകളാണ് എപ്പോഴും നമ്മുടെ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. മാർജിനൽ കൺസെപ്റ്റ്, മാർജിനൽ കോസ്റ്റ്, മാർജിനൽ പ്രൊഡക്ഷൻ, മാർജിനൽ യൂട്ടിലിറ്റി, ഇതാണ് നമ്മുടെ ഡിസിഷൻ തീരുമാനിക്കുന്നത്. മാർജിനൽ കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് when one more unit of output is produced. ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അവസാനത്തെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. അല്ലെങ്കിൽ ഇറ്റ്സ് എ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം മാർജിനൽ കോസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ ഡെൽറ്റ TC by delta Q. Change in total cost divided by change in quantity. അതാണ് മാർജിനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പം ടോട്ടൽ കോസ്റ്റ് ഫിക്സ് വേരിയബിൾ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വേരിയബിൾ കോസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടല്ലേ സംഭവിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കാം, പിന്നെ ടോട്ടൽ കോസ്റ്റ് മാറുന്നത് എപ്പോഴാണ്? വേരിയബിൾ കോസ്റ്റ് മാറുമ്പോഴാണ്. അപ്പൊ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഈസ് ഓൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഇതും സെയിം ആണ്. ഓക്കെ, and just like the total cost or total average cost, total average cost or total average variable cost, this marginal cost curve is also U-shaped. ഇനി ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ നമുക്ക് ഒരു ടേബിളും ഒരു ഡയഗ്രാം ഉണ്ട്. ആദ്യം നമ്മൾ ഓരോ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. ദെൻ പ്രൊഡക്ഷൻ 0 ആയിരുന്നപ്പോഴും നമുക്ക് എന്താണ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ബിക്കോസ് നമ്മൾ ആ ബിൽഡിങ്ങും മെഷീനറി ഒക്കെ സ്ഥാപിച്ചു. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ 100 രൂപ തന്നെയാണ്. ഇനി ഒന്നാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ല ഫിക്സഡ് കോസ്റ്റ് 100 തന്നെ. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? അല്ല വേരിയബിൾ കോസ്റ്റ് 50 ഒരു യൂണിറ്റിന് വേണ്ടി. അപ്പൊ ടോട്ടൽ കോസ്റ്റ് 150, 100 പ്ലസ് 50. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് 100 ഡിവൈഡഡ് ബൈ 100 divided by 1, 100, then 50 divided by 1, 50, average variable cost 50, and 150 divided by 1, that is 150. അപ്പം മാർജിനൽ കോസ്റ്റും അവിടെ 50 ആണ്. രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ടോട്ടൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് മാറുന്നില്ല, വേരിയബിൾ കോസ്റ്റ് 70 ആയി, ടോട്ടൽ കോസ്റ്റ് 170 ആയി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് 100ൽ നിന്ന് 50 ആയി, കാരണം 50 ഡിവൈഡഡ് ബൈ 2 യൂണിറ്റ് ആയില്ലേ. അപ്പം 50 ആയി. മൂന്നാമത്തെ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? ഇവിടെ 70, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 70 ആയി. ആവറേജ് വേരിയബിൾ കോസ്റ്റ് 70 ഡിവൈഡഡ് ബൈ 2, അവിടെ എത്രയായി? 35. ദെൻ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 170 ഡിവൈഡഡ് ബൈ 2, 85. ദെൻ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി വന്ന കോസ്റ്റ് എത്രയാണ്? 20 യൂണിറ്റേ ഉള്ളൂ. 50 ആയിരുന്നു ആദ്യത്തെ കോസ്റ്റ്, 20 അഡീഷണൽ കോസ്റ്റേ അവർക്ക് വന്നുള്ളൂ രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു. മൂന്നാമത്തെ യൂണിറ്റ് വരുമ്പോഴത്തേനും വീണ്ടും ആവറേജ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ ആവറേജ് ഫിക്സഡ് കണ്ടിന്യൂസ് ഡിക്രീസ് ചെയ്ത്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്തു, ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഡിക്രീസ് ചെയ്തു, മാർജിനൽ കോസ്റ്റ് ഡിക്രീസ് ചെയ്തു. നാലാമത്തെ വന്നപ്പോഴത്തേന് ഈ പറയുന്നത് എല്ലാം വീണ്ടും
ഡിക്രീസ് ചെയ്തു. അഞ്ചാമത്തെ വന്നപ്പോഴത്തേക്കും ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് വീണ്ടും ഡിക്രീസ് ചെയ്തു. മാർജിനൽ കോസ്റ്റും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. മൂന്നാമത്തെ വന്നപ്പോഴത്തേനും ഫിക്സഡ് കോസ്റ്റ് ഒഴികെ, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ കോസ്റ്റും ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഡയഗ്രത്തിൽ ഇതും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഫസ്റ്റ് ലെറ്റ്സ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടിന്യൂസ്ലി ഡിമിനിഷസ്. നമുക്ക് കാണാം AFC കർവ് കണ്ടിന്യൂസ് ആയിട്ട് ഡിമിനിഷ് ചെയ്യും. ദെൻ വി ഹാവ് ഫസ്റ്റ് നമുക്ക് ആവറേജ് മാർജിനൽ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻ. മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആർ യു ഷേപ്പ്, രണ്ടും യു ഷേപ്പ്ഡ് ആണ്. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് കണ്ടിന്യൂസ് ആയിട്ട് ഡിമിനിഷ് ചെയ്യുന്നതോടും ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നിടത്തോളം സമയം മാർജിനൽ കോസ്റ്റ് ഈസ് ബിലോ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആസ് ലോങ് ആസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഡിമിനിഷിംഗ്, marginal cost will be below average. Average variable cost will be below. Marginal cost will be below average variable cost. Then average variable cost starts increasing. The marginal cost will be above average variable cost. The marginal cost passes through the lowest point of the average variable cost. That's the most important point to be noted. Our marginal cost curve passes through the lowest point of the average variable cost curve. Okay. Then let's see the relationship between marginal cost and average cost. Marginal cost, average cost downward sloping, marginal cost will be below average cost. When average cost is upward sloping, marginal cost will be above average cost. And marginal cost passes through the lowest point of the average cost. So this is the relation between these two costs. Then relationship between average cost and average variable cost. Average cost and average variable cost are having U shape. രണ്ടിനും U shaped ആണ്. ഇനി ഒരു ഡിഫറൻസ് നോട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. Average variable cost reaches its minimum point, the lowest point, before an average cost reaches its lowest point. നമുക്ക് ഇവിടെ നോക്കാം. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈ ഒരു പോയിന്റിൽ കണ്ടോ, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ലോവസ്റ്റ് പോയിന്റ്. ആ സമയത്ത് എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റ് ലോവസ്റ്റ് പോയിന്റ് ആയി. ആവറേജ് കോസ്റ്റ് അപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ആവറേജ് കോസ്റ്റ് അതിന്റെ ലോവസ്റ്റ് പോയിന്റ് എത്തുന്ന ഈ പറയുന്ന സി എന്ന് പറയുന്ന പോയിന്റ് ആണ് ലോവസ്റ്റ് പോയിന്റ്. അപ്പൊ ആദ്യം ലോവസ്റ്റ് പോയിന്റ് എത്തുന്ന ആരാണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ലോവസ്റ്റ് പോയിന്റ് എത്തിയ ശേഷം മാത്രമേ ആവറേജ് കോസ്റ്റ് ലോവസ്റ്റ് പോയിന്റിൽ എത്തുകയുള്ളൂ. അപ്പൊ ഇതിനുള്ള കാരണം കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വിഷ്ണു റെഡി ആയോ? ഓക്കെ ഞാൻ പോരാ ലിങ്ക് ഇടാം. ഓക്കെ, സോറി, ഒരു കോള് വന്നാണ്. അത് ഞാൻ വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്ത്. അപ്പം ഇതാണ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ലോങ് റൺ കോസ്റ്റ് ട്രഡീഷണൽ തിയറി. നമ്മൾ ട്രഡീഷണൽ തിയറിയിലെ നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. അതിൽ ആവറേജ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടു. ഇനി ലോങ് റണ്ണിൽ എങ്ങനെയാണ്, എന്താണ് ആ കോസ്റ്റിന്റെ നേച്ചർ, അതാണ് നമ്മൾ നോക്കുന്നത്. Long run can be defined as a period of time in which there is a sufficient time to alter the scale of production of the firm, including machinery, land, building, etc.
ലോങ് ടേണിൽ എല്ലാ കോസ്റ്റും നമുക്ക് വേരി ചെയ്യാം. പക്ഷെ എല്ലാ ബിൽഡിംഗ് വേണമെങ്കിൽ പുതിയതുണ്ടാക്കാം, മെഷീനറി പുതിയത് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ചേഞ്ചസും ലോങ് ടേണിൽ നമുക്ക് നടത്താം. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ലോങ് ടേണിൽ there is no fixed cost in the long term. All the costs are variable. All the costs can be changed. അപ്പൊ എല്ലാം വേരി ചെയ്യുന്ന കോസ്റ്റുകളാണ്. അപ്പം അവിടെ ഒരു ഫിക്സഡ് ലോങ് ടേണിൽ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. ഓൾ ദ കോസ്റ്റ് വേരിയബിൾ ആണ്. Long term cost is defined as a minimum cost of producing a given level of output in the long term. ഒരു നിശ്ചിത ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന മിനിമം കോസ്റ്റിനെയാണ് നമുക്ക് ലോങ് ടേം കോസ്റ്റ് എന്ന് പറയുന്നത്. And since it is in the long run, all the factors are variable, all the costs in the long run are variable. That means there is no fixed cost. ഇപ്പോൾ ലോങ് ടേണിലും ട്രഡീഷണൽ തിയറിലും അല്ലെങ്കിൽ നമ്മൾ ഈ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ ലോങ് ടേൺ. That is total cost divided by number of quantity produced. Since all the variable costs are variable, the total cost is equal to variable cost. Total cost total variable cost എല്ലാം സെയിം ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ ഡയഗ്രേ ഉള്ളൂ. ടോട്ടൽ കോസ്റ്റുകളിൻ്റെ ഒരേ ഒരു ഡയഗ്രാം മാത്രമേ നമുക്ക് ലോങ് റണ്ണിൽ ഉള്ളൂ. ബിക്കോസ് ദ ലോങ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അപ്പം ഇനി നമുക്ക് ടോട്ടൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ ലോങ് റൺ. ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ dividing the total cost dividing with the number of quantity produced. And the long run average cost shows the minimum cost of producing various levels of output in the long run. And long run average cost can also be derived from short run average cost. ഇത് സാധാരണയായിട്ട് നമ്മൾ ലോങ് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൽ നിന്നാണ് നമ്മളത് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്കൊരു എൻവലപ്പ് കർവ്, പ്ലാനിങ് കർവ് എന്നൊക്കെ നമ്മളിത് വിളിക്കാറുണ്ട്. അപ്പം കാരണം ഇത് പല ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾ കൂടുന്നതാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു എൻവലപ്പാണ്, അതെല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ ഇത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് നമ്മൾ റെഡിയാക്കുന്നത്. ഈച്ച് പോയിന്റ് ഓൺ ലോങ് റൺ ആവറേജ് കോസ്റ്റ് റെപ്രസെന്റ്സ് എ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. അപ്പം ബിക്കോസ് ഇറ്റ്സ് എൻ എൻവലപ്പ് ഓഫ് വേരിയസ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. അപ്പൊ ഡയഗ്രാം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാവും. ഓക്കെ, ഇത് നമുക്ക് ഡയഗ്രാം. ആൻഡ് ദിസ് ഈസ് എ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് in which the output is measured on x-axis and cost is measured on y-axis. And LAC, you can see a long flat stretched U-shaped curve, LAC curve, and that is a long run average cost curve. Okay, and this long run average cost curve is an envelope of various short run average cost. പല ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾ ഇവിടെ നമ്മളിപ്പോൾ 5 ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകളാണ്. SAC0, SAC1, SAC2, SAC3, SAC4, അങ്ങനെ 5 ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദിസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ഓൾസോ U-shaped, just like in the short run average cost curve. And it shows law of returns to scale. നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് കാണിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ആണ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് പറഞ്ഞത്. ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ. ആൻഡ് ദിസ് U-shape of long run average cost is created because of the law of returns to scale. ഇതില് ഈ ഡിമിനിഷിംഗ് പോർഷൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോർഷൻ ഓഫ് ദി ആവറേജ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഷോസ് ദി ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ദാറ്റ് ഈസ് ഡിക്രീസിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. And the increasing rising portion of the long run average cost curve shows the decreasing returns to scale or increasing cost per unit of output. And the lowest point of long run average cost curve is equal to that shows the constant returns to scale. Then the rising നമുക്ക് മറ്റൊരു കാര്യം ഇത് കാണാൻ പറ്റും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻക്രീസ് റിട്ടേണും, upward sloping portion downward slope upward sloping portion
decreasing return, lowest point constant return. The falling portion of the long run average cost is tangent to the falling portion of the short run average cost, and rising portion of the long run average cost is tangent to rising portion of the short run average cost. അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ. ഇപ്പൊ ഈ SIC0 SIC1 നിങ്ങൾ നോക്കാം. ഈ രണ്ട് ഡയഗ്രത്തിന്റെയും ഈ ഫോളിംഗ് പോർഷൻ അല്ലെങ്കിൽ അതും ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്ന പോർഷൻ ആണ് ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റിനോട് ടച്ച് ചെയ്യുന്നത്. ഈ കർവിന്റെ ഏറ്റവും മിനിമം പോയിന്റ് ലോവസ്റ്റ് പോയിന്റ് ഇതാണ്, അവിടെ എല്ലാം ടച്ച് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്, ഫോളിംഗ് പോർഷൻ ആണ്. അതേ കേസ് തന്നെയാണ് SIC2ന്റെ കേസ്. അതിന്റെ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ കൊണ്ട് വരും, പക്ഷെ ടച്ചിങ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോർഷൻ ആണ്. അതേപോലെ റൈസിംഗ് പോർഷൻ ഓഫ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൽ റൈസിംഗ് പോർഷൻ ഓഫ് ദി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവാണ് ടച്ച് ചെയ്യാൻ, ലോവസ്റ്റ് പോയിന്റ് ടച്ച് ചെയ്യുന്നില്ല. അത് നമുക്ക് കാണാൻ പറ്റും. Then only at the lowest point of the long run average cost, the lowest point of the short run average cost is tangent. ആ രണ്ടിന്റെ ലോവസ്റ്റ് പോയിന്റ് മാത്രമേ രണ്ടിന്റെ ലോവസ്റ്റ് പോയിന്റ് ടാൻജന്റ് ആവുള്ളൂ. So this is a long run average cost, and it is also known as planning error, because in the long run the producer can plan based on the cost and based on the cost curve, the shape of the cost curve. Therefore, it is also known as long run average planning curve. Okay. Then next, long run average cost and long run marginal cost. Long run average cost was the lowest cost of producing various levels of output at in the long run, whereas long run marginal cost shows addition to total cost in the long run, or cost of the producing last unit of output in the long run. And this figure shows the relationship between long run marginal cost and long run average cost. അതിൽ നമുക്ക് കാണാം ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ ലോവസ്റ്റ് പോയിന്റിലൂടെ ഇന്റർസെക്ട് ആയി പോകുന്നു. ആൻഡ് ദ ഫോളിംഗ് പോർഷൻ ഓഫ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നിടത്തോളം the long run marginal cost will be less than long run average cost. And in the rising portion of the long run average cost, long run marginal cost is greater than long run average cost. And it intersect the long run marginal cost curve intersect the lowest long run average cost curve from its below. താഴെ നിന്നാണ് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 4 റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാൻ പറ്റും. Okay, this is about the modern traditional theory of cost. Now let's see the modern theory of cost. ഈ ട്രഡീഷണൽ തിയറി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ട്രഡീഷണൽ തിയറിയിലുള്ള യു ഷേപ്ഡ് ആവറേജ് കോസ്റ്റ് കർവിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് എക്കണോമിസ്റ്റുകൾ രംഗത്തുണ്ട്. അപ്പം മെനി economists says that in modern times the average cost curve cannot be U-shaped. It will not attain the U-shaped curve. അപ്പോൾ U-shaped കോസ്റ്റ് കർവ് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. നോർമലി U-shape വന്നതിന് മുമ്പേ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ നോക്കും. ഇപ്പം ലോങ് റണ്ണിൽ സാധാരണ ഒരു ഫേമിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫേം എക്സ്പീരിയൻസ് ചെയ്യുന്നു ഒരു ഓൾമോസ്റ്റ് എൽ ഷേപ്ഡ് കോസ്റ്റ് കർവാണ് എന്നാണ് ഈ ട്രഡീഷണൽ മോഡേൺ തിയറിയുടെ വക്താക്കൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ദം ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്സ് ആർ നോട്ട് യു ഷേപ്ഡ്. അപ്പൊ അത് യു ഷേപ്ഡ് അല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. The only cost curve which is having almost a similar shape with short run average cost is long run short run cost is long run fixed cost. The long run fixed cost curve and the long run short run fixed cost curves are having almost same slope, same shape, because both are having a shape called rectangular hyperbola. അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അത് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്.
and there it's also convex to the origin. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് കൊണ്ട്. In this case, in modern theory also, average fixed cost continuously diminishes. Continuous ആയിട്ട് diminish ചെയ്യും. അപ്പോൾ ഒരു downward throughout downward sloping ആയിരിക്കും average fixed cost. Then modern theory of cost, average variable cost and marginal cost. Average variable cost is a cost per unit of variable cost per unit of output. And this compare in traditional theory, average variable cost is having a U shape, but in modern theory, the shape of the average variable cost is stated as a saucer shape. നമ്മളൊരു ബൗൾ ടൈപ്പ് ആണ്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ആവറേജ് വേരിയബിൾ കോസ്റ്റ് കറിന്റെ ഒരു ഇങ്ങനെ വന്ന് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച്, പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു അപ്വേർഡ് സ്ലോപ്പ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് നമുക്ക് കാണാൻ പറ്റും, ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച്. അപ്പോൾ ഒരു saucer shaped ആണ് ഇതിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞത്. And this shape implies that the short run average variable cost in the modern theory, the short run average variable cost has a flat stretch over this range of period. ഈ ഒരു പോർഷൻ, ഈ ഒരു ഫ്ലാറ്റ് സ്ട്രെച്ചിന് നമ്മളൊരു റിസർവ് കപ്പാസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. റിസർവ് കപ്പാസിറ്റി, because this area is reserved for to meet sudden or unforeseen or sudden demand increase that may takes place in future. അപ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വർധനവൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു റിസർവ് റിസർവ് കപ്പാസിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിനെ നമ്മൾ റിസർവ് കപ്പാസിറ്റി എന്നാണ് ആ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ദിസ് പിന്നെ മാർജിനൽ കോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. രണ്ട് ഷോർട്ട് ടേം ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഉണ്ട്. Marginal cost is also not having exactly not having a U shape, and it is initially a small marginal decrease, it increases, and then after that it coincides with the short-term average variable cost. Then once it is the reserve capacity over എന്ന് പറയുമ്പോൾ ഇവിടം കൊണ്ടാണ്, ഈ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടം കൊണ്ട് റിസർവ് കപ്പാസിറ്റി തീരും. ആ റിസർവ് കപ്പാസിറ്റി തീർന്നു കഴിയുമ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് starts increasing. ഈ ഡയഗ്രത്തിൽ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. As long as the short-term average variable cost in traditional modern theory decreases, marginal cost will be below average cost, or marginal cost will be less than average variable cost. When throughout the flat stretch, marginal cost is equal to average variable cost. When marginal average variable cost starts rising or moves upward direction, marginal cost will be above average variable cost. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവറേജ് കോസ്റ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകുമ്പോൾ മാർജിനൽ കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിന് താഴെയായിരിക്കും, ആവറേജ് വേരിയബിൾ കോസ്റ്റിന് താഴെയായിരിക്കും. ഫ്ലാറ്റ് സ്ട്രെച്ചിന് രണ്ടും ഒരേ ഇതിലായിരിക്കും. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റ് increase ചെയ്യാൻ തുടങ്ങുമ്പോൾ marginal cost will be greater than average variable cost. Okay, and in this flat stretch the cost is the cost will be constant, അവിടെ സ്ഥിരമായിരിക്കും cost, and that is a range of production where the cost of production or the returns to scale is a constant returns to scale. ഈ ഒരു റിസർവ് റേഞ്ച് ഉണ്ടല്ലോ, റിസർവ് കപ്പാസിറ്റി ഈ ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ഏരിയ, അത് നമ്മളൊരു ആ ഒരു റേഞ്ചിലെ constant returns to scale ആയിരിക്കും operating. Okay, so this is about average theory, average variable cost and marginal cost in the short run as per modern theory. Then short run average cost. Short run average cost is a cost per unit of output, as we have already defined in earlier slides. Okay. And this cost run average short run average total cost curve diminishes. Initially it continuously diminishes, then after reaching its minimum point it starts increasing. So this is a short run average total cost curve. ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ടോട്ടൽ
ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റും മാർജിനൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് നമ്മൾ നോക്കാം. As long as the average short run average total cost is downward sloping, marginal cost will be below average cost, total average cost. ഇനി മാർജിനൽ കോസ്റ്റ് ടോട്ടൽ ആവറേജ് കോസ്റ്റിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും എപ്പോഴാണ് ആവറേജ് കോസ്റ്റ് ടോട്ടൽ ആവറേജ് കോസ്റ്റ് കർവ് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയം റൈസിംഗ് പോർഷനിൽ മാർജിനൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അത് ആ ഒരു സ്റ്റീപ്നെസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിന്റെ ആ സ്ലോപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മാർജിനൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് പാസസ് ത്രൂ ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദി ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ്. നമ്മൾ ട്രഡീഷണൽ തിയറി പറഞ്ഞ പോലെ. ഓക്കെ, ഇനി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ ഈ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ല ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യുകയാണ്. എവിടം വരെയാണ് ഡിക്രീസ് ചെയ്യുന്നത്? അപ് ടു ദ പോയിന്റ് വെയർ ദ റിസർവ് കപ്പാസിറ്റി ഈസ് ഓവർ. ആ റിസർവ് കപ്പാസിറ്റി ഓവർ ആയി കഴിഞ്ഞും വീണ്ടും അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും അല്ലേ? അപ്പൊ ആ ഫ്ലാറ്റ് സ്ട്രെച്ച് ത്രൂ ഔട്ട് ഇത് ഡിക്രീസ് ചെയ്യുകയാണ്, പക്ഷെ അത് കഴിഞ്ഞ് ഇത് ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് റീച്ചസ് ഇറ്റ്സ് മിനിമം പോയിന്റ്. ഇതിന്റെ മിനിമം പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. Point reaches its minimum point after reaching minimum point by the short run average variable cost or after exhausting its reserve capacity. അപ്പോൾ ഈ റിസർവ് കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് അതിന്റെ മിനിമത്തിലെത്തുള്ളൂ. അതിന് കാരണം കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ ദ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ഈ ഫിക്സഡ് കോസ്റ്റ് കർവ് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നതുകൊണ്ടാണ് ടോട്ടൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് മിനിമത്തിലായ ശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അത് മിനിമത്തിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇൻ ദിസ് കേസ് ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ഈസ് ഹാവിംഗ് എ സോസർ ഷേപ്പ്, നോട്ട് എ യു ഷേപ്പ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇതാണ് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഷോർട്ട് റണ്ണിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, then ഇനി മോഡേൺ തിയറി ഓഫ് കോസ്റ്റില് ലെറ്റ്സ് സീ ദ ലോങ് ടേം കോസ്റ്റ് കർവ്. ലോങ് ടേം കോസ്റ്റ് ആവറേജ് കോസ്റ്റ്. ലോങ് ടേം ആവറേജ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ ലോങ് ടേം ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എൽ ഷേപ്ഡ്. ഒരു എൽ ഷേപ്ഡ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ആണ് ലോങ് ടേം ഇത് നമുക്ക് ഉള്ളത്. ലോങ് റൺ ദാറ്റ് മീൻസ് it never starts rising upward. ഒരിക്കലും കോസ്റ്റ് കൂടാൻ തുടങ്ങുമ്പോൾ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഡിക്ലൈൻ ആണ് കോസ്റ്റിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവില് ആവറേജ് കോസ്റ്റ് കണ്ടിന്യൂസ്ലി ഡിമിനിഷസ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എൽ ഷേപ്പ്, നോട്ട് ആസ് സച്ച് എൽ ഷേപ്പ് ആസ് സച്ച്, ഇറ്റ്സ് ഓൾമോസ്റ്റ് എൽ ഷേപ്പ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിന് പറയുന്നത്. And it is also the combination. It also constructed by using various short run average total cost curve. But then SATC1, SATC2, SATC3, 4 ഇതെല്ലാം short run average total cost curveകളാണ്. പക്ഷെ ഇത് ഇന്റർസെക്ട് ചെയ്യുകയല്ല, ഇത് ടാൻജന്റ് ആവുമല്ല, മറിച്ച് ഇത് കട്ട് ചെയ്ത് പോവാണ്. ഇത് ടാൻജന്റ് ആയി ഇത് ദാറ്റ് മീൻസ് ഈ ആവറേജ് കോസ്റ്റ് കർവ് എപ്പോഴും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ ഫോളിംഗ് പോർഷനിലാണ് കട്ട് ചെയ്ത് പോകുന്നത്. ദാറ്റ് മീൻസ് ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് നെവർ റീച്ചസ് ഇറ്റ്സ് മിനിമം പോയിന്റ്. ബിഫോർ ദാറ്റ് ന്യൂ കോസ്റ്റ് കർവ് വിൽ കം. അപ്പൊ അതായിട്ട് ഒരു നമുക്ക് നോക്കിയാൽ അറിയാം, ആ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഒരിക്കലും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ മിനിമം ടച്ച് ചെയ്യുന്നില്ല. അതിന്റെ ഫോളിംഗ് പോർഷനിൽ അത് കട്ട് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. That means the plant's full capacity is not utilized both in the short run and the long run. Long run ഉപയോഗിക്കാതിരിക്കാം, പക്ഷെ ഷോർട്ട് റണ്ണിൽ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കോസ്റ്റ് മിനിമത്തിൽ എത്താൻ അവർ വെയിറ്റ് ചെയ്യുന്നില്ല. അതിനു മുമ്പ് അടുത്ത കോസ്റ്റ് അടുത്ത എക്സ്പെൻസ് വരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എ മോഡേൺ തിയറി ഓഫ് ലോങ് ടേം കോസ്റ്റ് കർവ് ഇൻ ദ as per the modern theory. Okay.
In the modern theory of cost, the relationship between marginal cost and long-term marginal cost and long-term average cost. Long-term average cost, we have already stated that it's almost L-shaped, and as long as the long-term average cost is downward sloping, marginal cost will be below long-term average cost, and once it is almost flat stretch or it's ഒരു സ്ലോപ്പ് കുറഞ്ഞൊരു ഫ്ലാറ്റ് സ്ട്രെച്ച് ആകുന്ന ഒരു സമയത്ത് ലോങ് ടേം ആവറേജ് കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ലോങ് ടേം മാർജിനൽ കോസ്റ്റ്. അപ്പം ഈ ഒരു സ്റ്റീപ്പ് ഡൗൺവേർഡ് സ്ലോപ്പ് വരുന്ന ഭാഗത്താണ് ഇത് ബിലോ ലോങ് ടേം മാർജിനൽ കോസ്റ്റ് ലോങ് ടേം ആവറേജ് കോസ്റ്റിന്റെ ബിലോ ആകുന്നു. അതിനപ്പുറത്തേക്ക് അതിനുശേഷം ഇത് രണ്ടും സെയിം ആവുകയാണ് ചെയ്യുന്നത്. So this is a relationship between long-term average cost and long-term marginal cost. അപ്പോൾ ഇത്രയുമാണ് കോസ്റ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ് ഫംഗ്ഷൻ പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് പഠിച്ചു. അതിൽ തന്നെയുണ്ട് ട്രഡീഷണൽ തിയറി ഉണ്ട്, മോഡേൺ തിയറി ഉണ്ട്. ട്രഡീഷണൽ തിയറിയിൽ പല കോസ്റ്റ് കൺസെപ്റ്റുകൾ പഠിച്ചു, യു ഷേപ്പ് കോസ്റ്റിനെ കുറിച്ച് പഠിച്ചു, മോഡേൺ തിയറിയിൽ കോസ്റ്റിനെ കുറിച്ച് പഠിച്ചു, മോഡേൺ തിയറിയിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് saucer shaped ആണ്, not U shaped. Then long term total average total cost is L shaped, not U shaped. ഇത് ആണ് ഈ മോഡേൺ തിയറിയിൽ ട്രഡീഷണൽ തിയറി ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ്. സോ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടിയാണ് ഞാൻ ഈ നമ്മുടെ സിലബസിലുള്ളത്. ദാറ്റ് ഈസ് നമ്മുടെ റിവീൽഡ് പ്രിഫറൻസ് തിയറി, തേർഡ് മൊഡ്യൂൾ. ആ ടോപ്പിക് ഞാൻ വിട്ടുപോയി. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസം നാളെ മറ്റന്നാൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ലൈവ് ക്ലാസ് ഈ ആഴ്ച ഉണ്ടാവും. അത് ഒന്നുകിൽ തേഴ്സ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഏതെങ്കിലും ദിവസമായിരിക്കും. അന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.